1941 ഓഗസ്റ്റ് 11 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെന്റ് ചർച്ചിലും അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റും കൂടി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു കപ്പലിൽ ഇരുന്നു കൊണ്ട് നിർമ്മിച്ചതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ഈ പ്രസിദ്ധമായ ഉടമ്പടിയിൽ 4 സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്: ഫ്രീഡം ഫ്രം പൂവർട്ടി, ഫ്രീഡം ഫ്രം ഫിയർ, ഫ്രീഡം ഓഫ് വർഷിപ്പ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇത് എഴുതിക്കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ദാരിദ്ര്യത്തിൽ നിന്നോ ഭയത്തിൽ നിന്നുമുള്ള മോചനമോ ആരാധനാ സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ പൂർണ്ണമായി മനുഷ്യന് ലഭിച്ചിട്ടില്ല. കാരണം ഈ 4 സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുവാനായി അടിസ്ഥാനപരമായി 5ാമത് ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് അത്യാവശ്യമാണ്. അത് ഫ്രീഡം ഫ്രം സിൻ, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയത്. അതാണ് ഒരു മനുഷ്യന്റെ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സാത്താന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ നാം സാത്താന്റെ അടിമയാകും. നമ്മുടെ ബലഹീനതകൾ സാത്താന് നന്നായി അറിയാം. സാത്താൻ അവയെ ചൂഷണം ചെയ്യുവാൻ വളരെ സമർത്ഥനുമാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുകളയുവാൻ മനസ്സില്ലാത്തവർ സാത്താന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരോടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന്. പൗലോസ് പലപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണെന്ന്. യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ എൻ്റെ ദേഹത്ത് വഹിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഇരുമ്പ് പഴിപ്പിച്ച് അടിമയുടെ ശരീരത്തിൽ വെച്ച് മുദ്ര കുത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അടിമയെ പോലെ ക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്തിലുണ്ട് എങ്കിൽ താൻ സന്തോഷവാനാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഗലാത്യർ 6:17. ഒരടിമ ചൂടടയാളം സ്വീകരിച്ച് യജമാനന് എന്നും അടിമയായിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിച്ച് ക്രിസ്തുവിന്റെ അടിമയാകുന്നതിൽ പൗലോസ് വളരെ സന്തോഷിക്കുന്നു. കാരണം ദാസന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇത്രയും വലിയ യജമാനനെ ലോകത്തിൽ എങ്ങും ലഭിക്കുന്നില്ല. നാം പാപം ചെയ്ത് സാത്താന്റെ അടിമനുഖത്തിൽ ആയിരുന്നു. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:1. യേശു മുഖാന്തരമാണ് നാം പാപബന്ധനങ്ങളിൽ നിന്നും സാക്ഷാൽ സ്വതന്ത്രരാകുന്നത്. യേശു ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസ് 4:18-19. ബന്ധിതർക്ക് വിടുതൽ കൊടുക്കുന്നതിന് ലോകത്തിൽ വന്ന കർത്താവ് നമ്മെ ഒക്കെയും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. നമ്മുടെ പാപശരീരം സാത്താന്റെ അധീനതയിലായിരുന്നു. തൻ്റെ വിലയേറിയ രക്തത്താൽ കർത്താവ് നമ്മെ സാത്താനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രരാക്കി. അടിമകളുടെ വിവേചന വിമോചനത്തിനായി അഹോരാത്രം അധ്വാനിച്ച ഒരു വ്യക്തിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായ ഏബ്രഹാം ലിങ്കൻ. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം അടിമകളെ സ്വാതന്ത്രമാക്കിയതാണ്. ആ കർമ്മത്തിന് വേണ്ടി ആ മഹാനായ മനുഷ്യൻ തൻ്റെ ജീവൻ ബലിയായി കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു യുവാവായിരുന്നപ്പോൾ ഒരു ദിവസം ന്യൂ ഓർലിയൻസ് എന്ന പട്ടണത്തിൽ പോയി. അന്നാണ് അദ്ദേഹം അടിമക്കച്ചവടം നേരിൽ കണ്ടത്. മനുഷ്യരെ മൃഗങ്ങളെ പോലെ ചന്തസ്ഥലത്ത് വിൽക്കുന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. രാത്രി കുറെ താമസിച്ച് താൻ ചന്തസ്ഥലത്തൂടി നടക്കുമ്പോൾ ഒരു നീഗ്രോ അടിമച്ചങ്ങലയിൽ നിൽക്കുന്നത് കണ്ടു. ആ അടിമയെ താൻ വിലയ്ക്ക് വാങ്ങി അവന്റെ ചങ്ങല അഴിച്ചിട്ട് അവനോട് സ്വതന്ത്രമായി പോകുവാൻ പറഞ്ഞു. പക്ഷെ ആ അടിമ പോയില്ല.
അയാൾ ലിങ്കന്റെ കൂടെ പോകുവാൻ തീരുമാനിച്ചു. എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ സ്വതന്ത്രനാണ്, നിനക്ക് എവിടെയെങ്കിലും പോകാം. എന്നാൽ ആ അടിമ എന്തു ചെയ്തുവെന്നോ? മുട്ടിന്മേൽ നിന്ന് ലിങ്കന്റെ 2 കാലിലും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ വിട്ടുകളയരുതേ. ലിങ്കൻ സമ്മതിച്ചു. മരണം വരെ എബ്രഹാം ലിങ്കന്റെ സന്തത സഹചാരിയായിരുന്നു ആ നീഗ്രോ. ക്രിസ്തുവിന്റെ അടിമയായിരിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. മുകളിൽ പറഞ്ഞ നീഗ്രോ ഒരു അടിമയായി ധാരാളം യജമാനന്മാരെ സേവിച്ചു. പക്ഷേ തന്നെ സഹോദരനെ പോലെ കരുതുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന ലിങ്കനെ പോലെയുള്ള ഒരു യജമാനനെ അദ്ദേഹം വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ യജമാനനെ വിട്ടുപോകാതെ മുറുകെ പിടിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ തമ്പുരാൻ നമ്മെ വളരെ വില കൊടുത്താണ് വാങ്ങിയത്. അത് പണമോ സമ്പത്തോ അല്ല, സ്വന്തം ജീവനാണ്, സ്വന്തം രക്തമാണ് ആ വില. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1:18-19 വചനങ്ങൾ. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ യേശുവാണ് നമ്മുടെ യജമാനൻ. ആ യജമാനന്റെ അടിമകളാണ് നാം. ആ യജമാനന്റെ കാൽ വന്നിച്ച് പറയണം, യജമാനനെ, ഞാൻ നിന്റെ വക, നീ എന്നെ വിട്ടുപോകരുതേ. കാരണം നമ്മുടെ കർത്താവിനെ പോലെ വേറെ ഒരു ശ്രേഷ്ഠ യജമാനൻ ഈ ലോകത്തിൽ വേറെയില്ല. ജീവിതകാലം മുഴുവൻ ആ യജമാനൻ അടിമയായി ചേർന്ന് നിന്നാൽ നാം സ്വതന്ത്രരാകും. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com